ഹലോ ഗൈസ്, ഹായ്. പേടിക്കണ്ട, ചാനൽ മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഷെസോ, എന്താ പരിപാടി? നാളെ പെരുന്നാളാണ്, അപ്പോൾ അതിൻ്റെ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറിയ പർച്ചേസ് അല്ലേ? ഷെസു ഹായ് എന്ന് പറഞ്ഞേ. അപ്പോൾ എന്താ പരിപാടി? ഇന്ന് ഒന്ന് പുറത്ത് പോകണം. മീറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. മീറ്റ് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഒന്ന് പുറത്ത് പോയി ചെറിയൊരു പർച്ചേസ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കണം. ചിലപ്പോൾ എടുക്കും, പറ്റി കിട്ടാണെങ്കിൽ എടുക്കും. ഇവിടെ ഒരു മാളുണ്ട്, മാളിൽ പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് കാണാം. മൂപ്പർക്കുള്ള ഭക്ഷണം എടുത്ത് കൈ പിടിച്ച് കണ്ടിട്ടാ. ഷെസു എന്താ അത് കയ്യിലിരിക്കുന്നേ? എന്താണ്? ചോക്കോസാ? ഹലോ ബ്രദർ, അപ്ഡേറ്റ് എനിക്കെന്താ? ഷൂഷ ജ്യൂസ്. പോവാം നമുക്കെന്നാ. ഷെസോ പോവാം. എന്താണ്? കോവ. സോക്സ് ഇട്ട് കൊടുത്തില്ലല്ലേ? അപ്പോൾ നമുക്ക് നാളെ ബിരിയാണി വയ്ക്കണം പെരുന്നാളായിട്ട്. മുടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ പെരുന്നാളായിട്ട് ബിരിയാണി വയ്ക്കണം. അപ്പൊ അതിനുള്ള എന്താണ് ബസുമതി റൈസ് മേടിക്കണം അല്ലേ? നാട്ടിലത്തെ കൈമയും കുയ്മയും ഒന്നും അവിടെ കിട്ടൂല. കിട്ടും, പക്ഷെ അത് വെച്ച് തിന്നാനുള്ള യോഗം അതിന്. നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് വാങ്ങിക്കാൻ വേണ്ടി പോകണ്ട. ഞാൻ വെറുതെ പറഞ്ഞ, ഞങ്ങക്ക് ഇപ്പൊ കൈമേല് തന്നെ ബിരിയാണി വെച്ച് തിന്നണോന്നുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് ഇന്ത്യ ഗേറ്റിന്റെ റൈസ് കുറച്ച് നല്ല റൈസാണ്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ സമയം എത്ര മണിയായി? സമയം 6:30 അപ്പൊ എല്ലാ ഷോപ്പും 9 മണിക്ക് അടയ്ക്കും. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം മാളിൽ പോവാൻ, ഡ്രസ്സ് നോക്കാൻ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അരി വാങ്ങിയിട്ട് നമുക്ക് പോവാന്ന്. അരി വാങ്ങി തിരിച്ചു വരുമ്പോൾ നമുക്ക് അരി ബിരിയാണി വയ്ക്കാൻ നോക്കണം. വയ്ക്കുകയാണെങ്കിൽ നാളെ ഫ്രീ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നാളെ വയ്ക്കേണ്ടി വരും. നല്ല വെയിലുണ്ട് കേട്ടോ, ചൂടും ഉണ്ട്. പുറത്ത് ചൂട് കുറവാ. ഷെസോ മോനെ എന്ത് കഴിക്കണേ? ചോക്കോസ. മുല്ലക്കാന്റെ വീശ് കിട്ടിയില്ലേ? അരി വാങ്ങി, കഞ്ഞിക്കുള്ള അരി വാങ്ങി. ഇനി ഉടുക്കാനുള്ള ഉടുപ്പ് കാണിക്കണം. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അപ്പൊ ഇനി ഇവിടെ അടുത്തൊരു മാളുണ്ട്. നമുക്ക് ഇനി മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നമ്മളെ മാളിൽ പോകുന്ന റൂട്ട് മോളുടെ കയ്യിലിങ്ങനെ ഫോണിലാണ്. വഴി തെറ്റിയാൽ പഴി ഇപ്പുറത്തിരിക്കണോ എനിക്ക്?
വെച്ച് കഴിഞ്ഞാല് മ്യാപ്പോ മാപ്പ് ഇടാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇറങ്ങി നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നടക്കങ്ങട് അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഷെസുകുട്ടന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഷെസു എന്താ കഴിക്കുന്നത് കാണിച്ചു കൊടുക്ക്. അത് സാധനം ഓക്കെ. മൂപ്പർക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ കിട്ടി കഴിഞ്ഞാൽ മൂപ്പര് ആ മൂലക്ക് ഇരുന്ന് കുറച്ചോളും. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും പോണ പോക്കിയുള്ള വേറെ കാര്യങ്ങളും കാണിക്കാം. വീഡിയോ എടുക്കാൻ മറന്നില്ലെങ്കിൽ മാപ്പിട്ടി പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തു. നമുക്ക് ഡ്രസ്സൊക്കെ ഇനി നാളെ പെരുന്നാളിന് ഇടുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ മോളിലാണ്. Good evening, shoppers. Thank you for visiting us at Crossfire Mills, the center of the Mount Rose. Have a good evening. കഴിഞ്ഞ ഉടുപ്പെടുത്താ ഷെസു വാ. അപ്പൊ എന്തായി, നമുക്ക് പെരുന്നാളായിട്ട് പള്ളിയിലേക്ക് പോവാണ്. 10:30 ആണ് നിസ്കാരം. അതിന് മുന്നേ 2 നിസ്കാരങ്ങളുണ്ട്. അതിന് പോവാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് 10:30 നിസ്കാരത്തിന് വേണ്ടി പോവാണ്. അപ്പൊ ചെന്നിട്ട് പെരുന്നാൾ നിസ്കരിക്കണം ഇൻഷാ അല്ലാഹ്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഷെസൂട്ടിന്റെ ഡ്രസ് കാണിച്ചെടുത്തേ.
ഷെസു ഒന്ന് ഭയങ്കര വാശിയില. ഉറക്കത്തിൽ നിന്ന് എണിച്ചുകൊണ്ടുപോയി വെള്ളത്തിലിട്ട്. പുതിയ ഉടുപ്പാണെന്ന് പറ. പെരുന്നാളിലെ നിസ്കാരം കഴിഞ്ഞു, വീട്ടിൽ വന്നു. അപ്പോൾ താത്ത അവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. താത്താനെ കാണിച്ചു തരാം. താത്ത ചിക്കൻ കിടന്ന് ഗുമ തിളയ്ക്കാൻ ചിക്കൻ. എന്തായി ഇന്നാണ്ട പെരുന്നാള്? നാളെ അല്ല, ഇന്ന് കഴിക്കണം ബിരിയാണി. സവാള നന്നാക്കാൻ പറഞ്ഞ കണ്ണിന് വെള്ളം വീഴുന്നു. അസുഖമുള്ള കണ്ണിന് വെള്ളം വരും ആവശ്യമില്ലാണ്ട്. സവാള നന്നാക്കുമ്പോ പിന്നെ ചിരി വരും. എന്താ പരിപാടി? എന്താ പരിപാടി? കാണിച്ചേ. ആ നൈസാണല്ലോ. ഇവിടെ നിക്കറാ. അയ്യേ നിക്കറില്ലേ? എന്താ നിക്കടാത്തത്? വരുന്നില്ലല്ലോ ഒന്നും. ബബിള് വരുന്നില്ല. അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ചു. ഇനി ഇൻഷാല്ലാ ഇവിടെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്, അവരടുത്തൊക്കെ പോണം. പെരുന്നാളൊക്കെയല്ല, കുറച്ച് പൊളിക്കണ്ടേ. അപ്പൊ അവരുടെ ഒന്ന് പോവാ, കാണാൻ, സംസാരിക്കുക. ഇതൊക്കെയാണല്ലോ പെരുന്നാളിന്റെ സന്ദേശം. സന്ദേശം, പരിചയം പുതുക്കുക, അകന്നിരിക്കുന്ന ആൾക്കാരെ വിളിച്ച് ആൾക്കാരങ്ങൾ മാറ്റുക. ഇതൊക്കെയാണല്ലോ പെരുന്നാളിന്റെ കർത്തവ്യം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മുസ്ലിങ്ങളാന്ന് പറഞ്ഞ എന്താ കാര്യം അല്ല. അപ്പൊ ഇൻഷാല്ലാ 1-2 ആൾക്കാരുടെ അടുത്ത് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ പറ്റാവുന്നിടത്തോളം നമുക്ക് വീടൊക്കെ കവർ ചെയ്യാൻ നോക്കാം അല്ലേ? വരുള്ളേ? അപ്പൊ ഓക്കെ, ഒന്ന് കാണാം ഇൻഷാല്ലാ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലിക്ക് പോയത്. ആ മമ്മി ഇല്ലാണ്ട് ഷെസുക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ മമ്മി ഉള്ളതാണ് അവനിക്ക് സന്തോഷം. പപ്പ ഇരിക്കുന്ന സന്തോഷമില്ലല്ലേ? പപ്പ ഇരിക്കുന്നത് സന്തോഷമാണ്, മമ്മി ഇരിക്കുന്നത്. പപ്പ ഇരിക്കുന്നത് സന്തോഷമല്ല, കുറുക്കുമ്പഴേ കണ്ടത്. അതേ വെള്ളമില്ല മമ്മി.
നമ്മള് വന്ന ആളുടെ വീടെത്തിയുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഷെസോ ഉറങ്ങി പോയിട്ട് അസ്സലാമു അലൈക്കും.